എന്താ പറയണമെന്ന് വെച്ചാൽ, എനിക്ക് പപ്പേ ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് വരും വീട്ടിലേക്ക് എന്നാ പറയണത്. വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൊച്ചു വീട് നിങ്ങളെല്ലാവരും കണ്ടതാണ്. എൻ്റെ മോനെ സ്വതശരീരം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊച്ചു വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലേക്ക് എൻ്റെ മോളെയും കൊണ്ട് ഇല്ല കാലം വരെ നിൽക്കാൻ എന്തായാലും നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്, നാട് കംപ്ലീറ്റ് അറിഞ്ഞതാണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ മോൾക്ക് സർക്കാർ അനുവദിച്ച് ഒരു വീട്, എൻ്റെ കുട്ടി, എൻ്റെ മോൻ പറഞ്ഞ മാതിരി ഞാനില്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണിന് ഒരു വീട് വേണം, അനാദിയാകരുത് എന്നുള്ളതൊരു എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി സർക്കാരിൻ്റെ അടുത്തുനിന്ന് അത് കിട്ടിയാൽ എൻ്റെ മോൾക്കൊരു സുരക്ഷിതമാകുന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അത് നാടെല്ലാവർക്കും വേണ്ടി, നാട്ടിലേക്കുള്ള മക്കൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥനയും കൂടി എൻ്റെ മക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ പോലും എൻ്റെ മോൻ എന്നെ വിട്ട് വേര് വിരിഞ്ഞു പോയി. അവരൊപ്പം പ്രാർത്ഥന ഇപ്പോഴും ഉണ്ട്. എല്ലാ ജനങ്ങളും, കൊടാനകോടി ജനങ്ങളും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രുതി തനിച്ചല്ല, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഏറ്റവും മഹത്തരമായ കൈകൾ നീട്ടി ജെൻസന്റെ അച്ഛൻ ജയൻ. ശ്രുതി ഇപ്പോൾ എൻ്റെ മകളാണ്, മരണം വരെ ചേർത്തു പിടിക്കും. ശ്രുതിയെ ആശുപത്രിയിൽ സന്ദർശിച്ച് ജെൻസൻ അച്ഛൻ പറഞ്ഞ വാക്കുകളാണിത്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ശ്രുതിയുടെ ഹൃദയത്തിൽ ഒരു മഞ്ഞുകണമായി വീഴട്ടെ. വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റ ബന്ധുക്കളെയും പിന്നാലെ വാഹനാപകടത്തിൽ പ്രതിശ്രുതവരൻ ജെൻസനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് കരുത്തു പകർന്നു ജെൻസന്റെ അച്ഛൻ ജയൻ. മകൻ്റെ സംസ്കാര ചടങ്ങിന് തൊട്ടടുത്ത ദിവസമായ ഇന്നലെ ശ്രുതിയെ തേടി അദ്ദേഹം കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിൽ എത്തി. വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതിയുടെ 2 കാലുകളിലും ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ശ്രുതി തനിച്ചാകില്ല, അവൾ ഇപ്പോൾ തൻ്റെ മകളാണ്. അവളുടെ ഏത് ആഗ്രഹവും സാധിച്ചു നൽകുമെന്നും ജയൻ പറഞ്ഞു. വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളോട് ശ്രുതി പതുക്കെ പൊരുത്തപ്പെട്ടു വരുന്നുണ്ട്. അവളുടെ കൂടെ തന്നെ ഞാനും കുടുംബവും ഉണ്ടാകും. മകനെ നഷ്ടപ്പെട്ട ഹൃദയവേദന ഉള്ളിലൊതുക്കിയ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയവിശാലത എടുത്തു പറയാതെ വയ്യ. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ജെൻസന് അവളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു ആശങ്ക. ഒരു നിമിഷം പോലും അവളെ ഒറ്റക്കാക്കാതെ അവൻ കൂടെ തന്നെയുണ്ടായിരുന്നു. ഇനി ശ്രുതിക്ക് സ്ഥിരം ജോലിയും വീടും വേണം. ശ്രുതിക്ക് ജോലി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പുതിയ ന്യൂസ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.